ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് വാചകം. വാചകം എന്താണ്? വാചകത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. നാമം, ക്രിയ, വിശേഷണം എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പം വാചകം എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെ പദം എന്താണെന്ന് ചോദിച്ചാൽ, കേൾക്കുമ്പോൾ തന്നെ അർത്ഥബോധം ജനിപ്പിക്കുന്ന ശബ്ദത്തെയാണ് വാചകം അഥവാ പദം എന്ന് പറയുന്നത്. എന്താണ്? കേൾക്കുമ്പോൾ തന്നെ അർത്ഥബോധം ജനിപ്പിക്കുന്ന ശബ്ദത്തെ എന്തെന്ന് പറയുന്നു? വാചകം അഥവാ പദം എന്ന് പറയുന്നു. ഈ വാചകത്തിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. നാമം, കൃതി, ഭേദകം. കൃതി എന്ന് വെച്ചാൽ ക്രിയ. നാമം, ക്രിയ, ഭേദകം എന്ന് മൂന്നായി തിരിച്ചിട്ടുണ്ട്. വാചകം എന്താന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ അർത്ഥബോധം ജനിപ്പിക്കുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ അതിന് അർത്ഥബോധം ജനിപ്പിക്കുന്ന എന്താണോ, അക്ഷരങ്ങൾ ചേർന്ന് അർത്ഥബോധം ജനിപ്പിക്കുന്ന എന്താണോ അതിനെ എന്തെന്ന് പറയാം? വാചകം അഥവാ പദം എന്ന് പറയാം. അതിന് ഉദാഹരണമായിട്ട് പറയുന്ന കാര്യമാണ് കുടം, വിളക്ക്, തിളങ്ങി എന്നിവയ്ക്കൊക്കെ എന്താണ്? സ്വയമേ അർത്ഥം കൽപ്പിക്കാൻ കഴിയുന്നുണ്ട്, അർത്ഥത്തെ ജനിപ്പിക്കാൻ. മറ്റൊന്നിനോട് ചേർന്നാൽ മാത്രമല്ല അർത്ഥം നിൽക്കുമ്പോൾ തന്നെ അർത്ഥം ജനിപ്പിക്കാൻ കഴിയുന്നതിനെ എന്തെന്ന് പറയാം? പദം അല്ലെങ്കിൽ വാചകം എന്ന് പറയാം. ഈ പദത്തെ എങ്ങനെ തിരിച്ചിട്ടുണ്ട്? നാമം, ക്രിയ, ഭേദകം അല്ലെങ്കിൽ നാമം, ക്രിയ, ഭേദകം അല്ലെങ്കിൽ വിശേഷണം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭേദകത്തിൻ്റെ മറ്റൊരു പേരാണ് വിശേഷണം. അപ്പം ഇനി എന്താണ് നാമം എന്ന് ചോദിച്ചാൽ, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെ എന്തെന്ന് പറയാം? നാമം എന്ന് പറയാം. എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെ എന്തെന്ന് പറയാം? നാമം എന്ന് പറയാം. അതായത് ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യൻ, മരം, വെള്ളം, രാമൻ ഇവയൊക്കെ എന്താണ്? ഒരു നാമമാണ്. എന്തിൻ്റെയെങ്കിലും ഒരു പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നത്. ഇനി ക്രിയ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് എന്തെന്ന് പറയുന്നത്? ക്രിയ എന്ന് പറയുന്നത്. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ക്രിയ എന്ന് പറയുന്നത്. ഇനി വിശേഷണം, എന്താണ് വിശേഷണം? വിശേഷണത്തെ കുറിക്കുന്ന ശബ്ദം ഭേദകം അഥവാ വിശേഷണം എന്ന് പറയാം. വിശേഷണത്തെ കുറിക്കുന്ന ശബ്ദം അഥവാ ശബ്ദം വിശേഷണമെന്നോ അല്ലെങ്കിൽ എന്തെന്ന് പറയാം? ഭേദകമെന്നോ പറയാം. ഉദാഹരണം എന്ത് പറയാം? കറുത്ത, വെളുത്ത, സുന്ദരി, സുന്ദരൻ ഇവയൊക്കെ എന്താണ്? ഒരു വസ്തുവിന് നൽകുന്ന അല്ലെങ്കിൽ ഒരു നാമത്തിന് നൽകുന്ന വിശേഷണമാണ്. ഒരു നാമത്തിനോ ഒരു വസ്തുവിനോ എന്തെങ്കിലും നൽകുന്ന ഒരു വിശേഷണമാണ് എന്തെന്ന് പറയുന്നത്? ഭേദകം എന്ന് പറയുന്നത്. ഇനി ക്രിയ എന്നാൽ പോകുന്നു, വരുന്നു, ഇതൊക്കെ ഉദാഹരണം. പോകുന്നു അതൊരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ്. ഒരു പ്രവൃത്തി നടന്നതിനെ സൂചിപ്പിക്കുന്ന ശബ്ദത്തെ എന്തെന്ന് പറയുന്നു? ക്രിയ എന്നോ അല്ലെങ്കിൽ കൃതി എന്നോ പറയുന്നു. ഇനി നമ്മൾ നാമം പഠിച്ചു. അപ്പം ആദ്യം നമ്മൾ എന്ത് പഠിച്ചു? വാചകം പഠിച്ചു. വാചകത്തിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ? നാമം, ക്രിയ, വിശേഷണം എന്നിങ്ങനെയായിട്ട്. ഇനി എന്താണ് നാമം എന്ന് നമുക്ക് പഠിക്കാം. എന്താണ് നാമം എന്ന് പഠിക്കാം. നാമം നമ്മൾ പഠിച്ചു. എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു. എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെ നാമം എന്ന് പറയുന്നു. ഇനി നാമത്തെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. നാമമെന്നും ഗുണനാമമെന്നും ക്രിയാനാമം. ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം എന്ന് തിരിച്ചിട്ടുണ്ട്. ഈ ദ്രവ്യനാമം എന്തെന്നാൽ ദ്രവ്യത്തെ കുറിക്കുന്ന നാമവസ്തുക്കൾ, പദാർത്ഥങ്ങൾ എന്നിവയെ കുറിക്കുന്നു. എന്താ? ദ്രവ്യത്തെ കുറിക്കുന്ന നാമമാണ് ദ്രവ്യവസ്തു. അതായത് വസ്തുക്കൾ, പദാർത്ഥങ്ങൾ എന്നിവയെ കുറിക്കുന്നു. അപ്പോൾ എന്താ? നാമം എന്നാൽ ദ്രവ്യത്തെ കുറിക്കുന്ന നാമമാണ് ദ്രവ്യനാമം. അത് പറയുന്നത് എന്താണ്? വസ്തുക്കൾ, പദാർത്ഥങ്ങൾ എന്നിവയെ കുറിക്കുന്നു. ഉദാഹരണം പശു, ആന, കാക്ക ഇവയൊക്കെ എന്താണ്? ഒരു ദ്രവ്യത്തെ കുറിക്കുന്നവയാണ്. ഒരു വസ്തുക്കളെ അല്ലെ പദാർത്ഥങ്ങളെ കുറിക്കുന്നവയാണ്. ഇനി എന്താണ് ഗുണനാമം? ഗുണത്തെ കുറിക്കുന്ന, പേര് പോലെ തന്നെ ഗുണത്തെ കുറിക്കുന്ന നാമമാണ് എന്തെന്ന് പറയുന്നത്? ഗുണനാമം എന്ന് പറയുന്നത്. ഗുണത്തെ കുറിക്കുന്ന നാമമാണ് എന്തെന്ന് പറയുന്നത്? ഗുണനാമം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്രിയാനാമം. എന്താണ്? ക്രിയ എന്നാണ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്താ? ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്രിയാനാമം? ഏതെങ്കിലും ക്രിയയുടെ ഭാഗത്തെ കുറിക്കുന്ന നാമപദമാണ് ക്രിയാനാമം. ഏതെങ്കിലും ക്രിയയുടെ നാമത്തെ, ആ ഭാഗത്തെ കുറിക്കുന്ന നാമപദമാണ് എന്തെന്ന് പറയുന്നത്? ക്രിയാനാമം എന്ന് പറയുന്നത്. ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമപദമാണ് ക്രിയാനാമം. ഇപ്പോൾ ഓടി അല്ലെ ചാടി, ഓടിയിൽ നിന്നുണ്ടായ വാക്കാണ് ഓട്ടം. ചാടി, ചാട്ടം. വായിച്ചു, എന്താണ്? വായന.
പഠിക്കുന്നു, പഠിച്ചു, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന വാക്ക് എന്താണ്? പഠിപ്പ്. ഇത് ഇങ്ങനെ ഈ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന പദത്തെ, നാമപദത്തെ എന്തെന്ന് പറയാം? ക്രിയാനാമം എന്ന് പറയാം. ഇനി ഗുണനാമം എന്തായിരുന്നു പറഞ്ഞാൽ ഗുണത്തെ കുറിക്കുന്ന നാമത്തെ നമുക്ക് എന്തെന്ന് പറയാം? ഗുണനാമം എന്ന് പറയാം. അപ്പോൾ ഗുണം, ഒരു വസ്തുവിൻ്റെ ഗുണം അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഗുണം കാണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗുണനാമം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരാളുടെ, ആ വ്യക്തിക്ക് നല്ല ദയയുണ്ട്, അതെന്താണ്? ഒരു ഗുണമാണ്, ആ വ്യക്തിയുടെ ഗുണമാണ് കാണിക്കുന്നത്. പിന്നെന്താ? ആ കല്ലിന് നല്ല തിളക്കമുണ്ട്, തിളക്കം. അപ്പോൾ എന്താണ്? അതിനകത്ത് തിളക്കം എന്നത് ഒരു ഗുണമാണ്. നല്ല ചെറുപ്പമാണ് കാണാൻ, അതിനകത്ത് എന്താ? ചെറുപ്പം എന്നതൊരു ഗുണമാണ്. അപ്പോൾ എന്താണ്? ഗുണത്തെ കുറിക്കുന്ന എന്താണ്? അതിനെ എന്തെന്ന് പറയാം? ഗുണനാമം എന്ന് പറയാം. ക്രിയയെ കുറിക്കുന്ന എന്താണ്? ക്രിയയിൽ നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമത്തെ ക്രിയനാമമെന്ന്, ദ്രവ്യത്തെ കുറിക്കുന്ന നാമത്തെ ദ്രവ്യനാമം എന്നും പറയാം. ഇപ്പോൾ ഓക്കെ ആയില്ലേ ഇത് ഇത്രയും? ഇനി അടുത്ത നമുക്ക് പോകാം. ഈ ദ്രവ്യനാമത്തെ പിന്നെയും ഒരു 4 വിഭജനം നടക്കുന്നുണ്ട്, ഘടകങ്ങൾ നടക്കുന്നുണ്ട്, 4 ഘടകങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഏകനാമം അഥവാ സംജനനാമം, സംജനനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം എന്നിങ്ങനെ 4 എണ്ണം. ഏകനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം എന്നിങ്ങനെ 4 ഘടകങ്ങൾ. ഒരു ആളിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരായ ശബ്ദത്തെ ഏകനാമം എന്ന് പറയുന്നു. ഒരു ആളിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരായ ശബ്ദത്തെ എന്തെന്ന് പറയാം? ഏകനാമം അഥവാ സംജനനാമം എന്ന് പറയാം. സംജാനാമം എന്ന് പറയാം. ഉദാഹരണം: മോഹനൻ, കോഴിക്കോട്, തെങ്ങ്, പെരിയാർ. എന്താണ്? ഒരാളിൻ്റെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ. മോഹൻ എന്നത് ഒരാളിൻ്റെ പേരാണ്. കോഴിക്കോട് എന്നത് എന്താണ്? ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇതിനെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? ഏകനാമം എന്ന് പറയുന്നത്. ഇനി സാമാന്യനാമം എന്താണെന്നാൽ, സാമാന്യനാമം ഒരു വ്യക്തികളോ വസ്തുക്കളോ ചേർന്നുള്ള സമൂഹത്തെ സാമാന്യനാമം എന്ന് പറയുന്നു. എന്താണ്? വ്യക്തികളോ വസ്തുക്കളോ ചേർന്നുള്ള സമൂഹത്തെ സാമാന്യനാമം എന്ന് പറയുന്നു. അങ്ങനെ ഉപയോഗിക്കുന്ന നാമങ്ങളെയാണ് എന്തെന്ന് പറയുക? സാമാന്യമായി ഉപയോഗിക്കുന്ന നാമങ്ങളെ എന്തെന്ന് പറയാം? സാമാന്യനാമങ്ങൾ. അതായത് ഇപ്പം നമ്മൾ പറയുന്നു, ഇപ്പം കാക്കകൾ. അത് കാക്ക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം, ഒരാളെ അല്ലെ ഒന്നിനെ സൂചിപ്പിക്കുന്നു. കാക്കകൾ എന്ന് പറയുമ്പോൾ അതൊരു സമൂഹമാണ്. മനുഷ്യൻ, വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയുമ്പോൾ ഒരാളെ സൂചിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ്റെ സമൂഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? അപ്പം ജനങ്ങൾ എന്ന് സൂചിപ്പിക്കാം. ഒരു വ്യക്തി എന്നത് ഒരാളാകുമ്പോൾ അവരുടെ ഒരു സമൂഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ എന്ന് പറയും. കെട്ടിടം, അതായത് ഇപ്പോൾ കെട്ടിടം എന്ന് പറയുമ്പോൾ അത് ഒരു സാധനം, ഒരു കെട്ടിടമാണെന്ന് പറയാം. അപ്പം ഇതിൻ്റെ കൂടെ കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? കെട്ടിടങ്ങളുടെ ഒരു സമൂഹമാണ്. അപ്പോൾ എന്താണ്? ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ? വ്യക്തികളോ വസ്തുക്കളോ ചേർന്ന സമൂഹത്തെ സൂചിപ്പിക്കുന്ന നാമമാണ് സാമാന്യ നാമം എന്ന് പറയുന്നത്. ഇനി സമൂഹനാമം എന്തോന്ന് ചോദിക്കാം. നമ്മളിപ്പോൾ പഠിച്ചത് ഏകനാമം, സാമാന്യനാമം, സമൂഹനാമം. ഇനി അടുത്ത സമൂഹനാമം, ഒരു സമൂഹത്തെ അല്ലെങ്കിൽ കൂട്ടത്തെ കുറിക്കുന്ന നാമം. നമ്മൾ മുമ്പേ പഠിച്ചത് വ്യക്തികളോ വസ്തുക്കളോ ചേർന്നുള്ള സമൂഹം. ഇതെന്താ? ഒരു സമൂഹത്തെ അല്ലെ കൂട്ടത്തെ കുറിക്കുന്ന നാമമാണ് സമൂഹനാമം. ഇത് രണ്ടും തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് പഠിക്കാം. സാമാന്യമായി ഒരു സമാനത കണ്ട് കുറിക്കുന്ന വാക്കാണ് എന്താണ്? സാമാന്യനാമം. അവിടെ ഒരു സമാനത നോക്കുക, അവിടെ ഏറ്റക്കുറച്ചിലോ വ്യത്യാസങ്ങളോ കാണിക്കുന്നില്ല. ഇതിനകത്ത് ഒരു സമൂഹത്തെ കുറിക്കുന്നതാണ് സമൂഹനാമം എന്ന് പറയുന്നത്. അതിനുദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പറ്റം എന്താ? അതൊരു സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ, ഒരു പറ്റം ആൾക്കാർ, ഒരു പറ്റം മൃഗങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം എന്താന്ന് എടുത്ത് നമ്മളിപ്പോൾ ഇതായിട്ട് പറയുന്നില്ല. ഇന്ന വസ്തുവാണോ അല്ലെങ്കിൽ ഇന്ന വ്യക്തികളാണോ എന്ന് എന്താണ് കുറിക്കുന്നില്ല. അല്ലെങ്കിൽ ആടുകൾ എന്നിങ്ങനെ പേര് കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ ഒരു സമൂഹത്തെ കൂട്ടത്തോടെ കുറിക്കുന്ന നാമമാണ് അല്ലേ അതെന്തെന്ന് പറയുന്നത്? സമൂഹനാമം. ഒരു കുലം,
കുലം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അതൊരു സമൂഹനാമമാണ്. നിര, സഭ ഇവയൊക്കെയാണ് ഇതിന് ഉദാഹരണമായിട്ട് വരുന്നത്. ഇനി സർവനാമം എന്താണെന്ന് വെച്ചാൽ, അടുത്തത് സർവനാമം എന്താണെന്ന് വെച്ചാൽ നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായ പദം എല്ലാം തന്നെ എന്താണ്, സർവനാമം എന്ന് പറയാം. അതായത് നാമത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളെ സർവനാമം എന്ന് പറയാം. അതായത് ഉദാഹരണം പറയാം, എൻ്റെ പേരിപ്പോൾ പറഞ്ഞിട്ട് ആ പേര് ഒരു കഥയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേര് പറഞ്ഞിട്ട് പിന്നെ പ്രയോഗിക്കുമ്പോൾ ആ പേര് തന്നെ കണ്ടിന്യൂ ചെയ്യില്ല. എന്ത് ചെയ്യും, അതിന് പകരമായി അവൻ, അവൾ അങ്ങോട്ട് പോയി, സീത അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് സീത അങ്ങോട്ട് പോയി, സീത ഇങ്ങോട്ട് തിരിച്ചു വന്നു എന്ന് പറയില്ല. എന്ത് പറയും, സീത അങ്ങോട്ട് പോയി, അവൾ തിരികെ അങ്ങോട്ട് പോയിട്ട് അവൾ തിരികെ വന്നു എന്ന് പറയാം. അപ്പം എന്താണ്, അവിടെ അവളുടെ പേരിന് പകരമായി ഉപയോഗിച്ചത്, നാമത്തിന് പകരമായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന സർവനാമം എന്നാൽ നാമത്തിന് പകരം നിൽക്കുന്ന നാമതുല്യമായ പദങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, സർവനാമം എന്ന് പറയുന്നത്. ഇനി ഈ സർവനാമത്തെ ഒരു 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. എന്താണ് ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. ഇനി ഉത്തമ പുരുഷ സർവനാമം എന്താണെന്ന് വെച്ചാൽ വക്താവിനെ വക്താവെന്ന് വെച്ചാൽ പറയുന്ന ആള്, വക്താവിനെ കുറിക്കുന്നതാണ് ഉത്തമ പുരുഷൻ. അതായത് പറയുന്ന ആളിനെ കുറിക്കുന്നതാണ് ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത്, ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. ഉത്തമ പുരുഷ സർവനാമം എന്താ, പറയുന്ന ആളിനെ കുറിക്കുന്ന നാമത്തെ എന്തെന്ന് പറയാം, ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയാം. അതായത് ഞാൻ പറയുക, ഞാൻ എന്ന് പറയാം, നാം, എന്നെ, ഞങ്ങളെല്ലാവരും. അപ്പോൾ എന്താണ്, പറയുന്ന ആളിനെ കുറിക്കുന്ന നാമത്തെയാണ് ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. ഇനി മധ്യമ പുരുഷ സർവനാമം എന്താണ്? ഇനി മധ്യമ പുരുഷ സർവനാമം, നമ്മളിപ്പം ഉത്തമ പുരുഷ സർവനാമം പറഞ്ഞപ്പോൾ വക്താവിനെ കുറിക്കുന്നു. ഇനിയിപ്പോൾ എന്താണ് മധ്യമ പുരുഷ സർവനാമം, ശ്രോതാവിനെ കുറിക്കുന്നു. പറയുന്ന ആൾ, കേൾക്കുന്ന ആൾ. ശ്രോതാവ് ആരാണ്? കേൾക്കുന്ന ആളെ കുറിക്കുന്ന എന്താണ് മധ്യമ പുരുഷ സർവനാമം. നീ, നിങ്ങൾ, നിന്റെ, നിന്നെ എന്നൊക്കെ പറയുന്നത് എന്താണ്, താൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇതൊരു മധ്യമ പുരുഷ സർവനാമങ്ങളാണ് ഇവയെല്ലാം. ഇനി പ്രഥമ പുരുഷ സർവനാമം. പ്രഥമ പുരുഷ സർവനാമം എന്തിനാ, എന്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ആരെക്കുറിച്ച് പറയുന്നുവോ അതിനെ പ്രഥമ പുരുഷ സർവനാമം എന്ന് പറയാം. എന്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ആരെക്കുറിച്ച് പറയുന്നുവോ അതിനെ എന്തെന്ന് പറയാം, പ്രഥമ പുരുഷ സർവനാമം. അവൻ, അവൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, അതിന് ഉദാഹരണങ്ങളാണ്. അപ്പം നമുക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് നമ്മൾ ആദ്യം പഠിച്ച എന്താണ്, വാചകം അഥവാ പദം. എന്താ, പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ ശബ്ദത്തിന് അർത്ഥം തോന്നുന്ന എന്താണോ അതിനെ വാചകം എന്ന് പറയാം. വാചകത്തെ പിന്നെ എന്തായിട്ട് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്, നാമം, ക്രിയ, വിശേഷണം എന്ന് തിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം പഠിച്ച എന്താണ് നാമം എന്താണെന്ന് പഠിച്ചു. നമ്മൾ എന്താണ് നാമം ക്രിയ അല്ലേ, അതിനകത്ത് നാമം എന്താണെന്ന് പഠിച്ചു. വാചകത്തെ പറഞ്ഞു, വാചകത്തിൽ നാമം എന്താണ്, ക്രിയ എന്താണെന്ന്, ഭേദകം എന്താണ് അല്ലെ വിശേഷണം എന്താണെന്ന് പറഞ്ഞു. ഇനി നാമത്തെ 3ആയി തിരിച്ചിട്ടുണ്ടായിരുന്നു, ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. ഇതിനകത്ത് ദ്രവ്യനാമത്തെ വീണ്ടും തിരിച്ചിട്ടുണ്ട്, ഏകനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം എന്നിങ്ങനെ. സർവനാമത്തിനെ 3ആയി തിരിച്ചിട്ടുണ്ട്, ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം എന്ന് തിരിച്ചിട്ടുണ്ട്. നമ്മളിപ്പം നാമം എന്താണെന്ന് പഠിച്ചു. നാമം എന്താണ്, ഒരു പേരായ ശബ്ദനാമം എന്ന് പറയാം. ദ്രവ്യനാമം എന്താണ്, ദ്രവ്യത്തെ കുറിക്കുന്ന എന്താണോ അത് ദ്രവ്യനാമം. ഗുണനാമം എന്താണ്, ഗുണങ്ങളെ കുറിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗുണനാമം. ഒരു ക്രിയയിൽ നിന്നും ഉണ്ടായ നാമത്തെ എന്തെന്ന് പറയാം, ക്രിയാനാമം എന്ന് പറയാം. ഏകനാമം എന്താണ്, ഏകനാമം നമ്മൾ പഠിച്ചതാണ്. ഏകനാമം എന്താണ്, ഏകനാമം എന്ന് പറഞ്ഞാൽ ഒരു ആളിനെയോ സ്ഥാപനത്തിൻ്റെയോ പേരായ ശബ്ദത്തെ എന്തെന്ന് പറയാം, ഏകനാമം എന്ന് പറയാം. ഏകനാമം ഒരു വ്യക്തിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ സൂചിപ്പിക്കുന്നതിനെ എന്തെന്ന് പറയാം, ഏകനാമം എന്ന് പറയാം. സാമാന്യനാമം എന്താണ്, വ്യക്തികളെയോ വസ്തുക്കളെയോ ചേർന്നുള്ള സമൂഹത്തെ പറയുന്നത് സാമാന്യനാമം. ഇനി സമൂഹനാമം എന്താണ്, ഒരു സമൂഹത്തെ അല്ലെങ്കിൽ കൂട്ടത്തെ കുറിക്കുന്ന നാമമാണ് സമൂഹനാമം. മേയനാമം എന്താണ്, മേയനാമം ജാതി, വ്യക്തി എന്നിവയുടെ ഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളെ, ജാതിയുടെ പേരിലോ വ്യക്തിയുടെ പേരിലോ ഭേദം കൽപ്പിക്കാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കുന്നതാണ് മേയനാമം. നമ്മളതാണ് വിട്ടുപോയത് ഇതിനകത്ത്. അപ്പം മേയനാമമാണ് പറയാനുള്ളായിരുന്നത്. മേയനാമം എന്താണ്, ഒരു ജാതിയുടെ പേരിലോ
ജാതി വ്യക്തി ഭേദം കൽപ്പിക്കാൻ കഴിയാത്ത വസ്തുക്കളെ എന്തെന്ന് പറയാം? മേയനാമം എന്ന് പറയാം. പാറ, അഗ്നി, മേഘം, പുഴ, കെട്ടിടങ്ങൾ ഇവ ഇതിന് ഉദാഹരണങ്ങളാണ്. പാറ അതിനൊരിക്കലും എന്തിനു പറ്റില്ല? ജാതി വ്യക്തിഭേദങ്ങൾ കൽപ്പിക്കാൻ കഴിയത്തില്ല. അഗ്നിക്ക് പറ്റുമോ? ജാതിയുണ്ടോ? ഇല്ല. മേഘത്തിനുണ്ടോ ജാതി മതം എന്ന കാര്യം നമുക്കില്ല. അതിനകത്ത് ആണ് പെണ്ണെന്നില്ല. പാറയ്ക്ക് ആണ് പെണ്ണെന്നില്ല. പുഴ അതിനില്ല ആണ് പെണ്ണെന്നുള്ളൊരു ധാരണയില്ല. കെട്ടിടങ്ങൾ അതിനുണ്ടോ ആണോ പെണ്ണെന്നുള്ളൊരു ധാരണ? ഇതൊന്നുമില്ല. ഇങ്ങനെയുള്ളതിനെ മേയനാമം എന്ന് പറയാം. ഇതിനകത്ത് സർവനാമത്തിനെ വീണ്ടും എന്തായിട്ട് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മധ്യമപുരുഷ സർവനാമം, പിന്നെന്താണ്? ഉത്തമപുരുഷ സർവനാമം, പ്രഥമപുരുഷ സർവനാമം. ഓക്കെ, നമ്മൾ ഇത്രയും പഠിച്ചിട്ടുണ്ട്. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കനി അടുത്ത ക്ലാസ്സിൽ കാണാം.